എടോ ഇത് ഞാൻ ഒറ്റയ്ക്ക് ഉണ്ടാക്കി എടുത്തതല്ല കേട്ടോ. 70% റെസ്പോൺസിബിലിറ്റി തനിക്കാണ്. എടോ 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 മര്യാദക്ക് സംസാരിക്കും കേട്ടോ. എനിക്ക് തന്റെ അത്ര തരം താഴാൻ പറ്റത്തില്ല. താൻ മിടുക്കനായിട്ടാണല്ലോ ഇതിപ്പോ വന്നത്. താൻ ഭയങ്കര മിടുക്കനാണ്. താൻ എന്തോ പറയും. എന്ത് ഓപ്ഷനാണ്? ഞാനത് പോയി ചെയ്യണം എന്ന് താൻ പറയുന്നത്. എനിക്കതിപ്പോ ചെയ്യാൻ മനസ്സില്ലെങ്കിൽ എന്താ ചെയ്യാ? ഞാൻ തന്നെ ഇതുവരെ ഒന്നിലും ഇൻവോൾവ് ചെയ്യിക്കത്തില്ല എന്ന് പറഞ്ഞു. പിന്നെ തന്നെ എങ്ങനെയാണ് എഫക്ട് ചെയ്യുന്നത്? അത് തന്റെ പേര് പറയുന്നല്ലോ ഞാൻ പറഞ്ഞത്. ഞാൻ അവരോടൊന്ന് ആലോചിക്കട്ടെ എന്ന് പറഞ്ഞു. അവരെന്റെ കൂടെ ഉണ്ടായിരുന്നുള്ളൂ. എനിക്ക് അവരെ ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. പിന്നെ താനുണ്ടായിരുന്നോ? എന്റെ ആത്മാർത്ഥ സുഹൃത്തുക്കളോട് പോലും ഞാൻ ഇപ്പോഴും പറയാതെ അവരുടെ മുന്നിൽ ഞാൻ തല കുനിച്ചാണ് നിൽക്കുന്നത്. അറിയാവോ? നിങ്ങളുടെ നാടകം നിർത്താൻ. നിങ്ങൾ ഇത്രയും നേരം എന്താ സ്നേഹ നാടകം കളിച്ചോണ്ടിരിക്കുവായിരുന്നോ? ഇവനും ഒരു MLA ആയിരുന്നു കേരളത്തിൽ. ഇന്ന് ആലോചിക്കുമ്പോഴേ ചിരി വരിക, അല്ലെങ്കിൽ പുച്ഛം തോന്നുക. കാരണം എന്താ പറയുക, എവിടേക്കെത്തി അതപ്പതിച്ചു പോയി. ഇവൻ്റെ പിന്നാലെ ജയ് വിളിച്ച് നടക്കാനും ആൾക്കാരുണ്ടാവും, സ്വാഭാവികം. കാരണം ആ വിഹിതത്തിനാണ് ഇപ്പോൾ മാർക്കറ്റുള്ളത്. ഇങ്ങനെ പരസ്യമായിട്ട് പബ്ലിക്കായിട്ട് ഓരോരുത്തരെ വിളിച്ച് ഭീഷണിപ്പെടുത്തിയിട്ട് എത്ര പെണ്ണുങ്ങളാണ് ഇവൻ ചെയ്തിട്ടുള്ളത്? ആലോചിച്ച് നിങ്ങൾ. അപ്പോൾ നിങ്ങൾ ചോദിക്കും, ആ പാർട്ടിയിൽ അയാളില്ലേ, ഈ പാർട്ടിയിൽ ഇയാളില്ലേ, അത് ഇതിനൊരു ന്യായീകരണമാണോ? സ്വാഭാവികമായിട്ട് എല്ലാ പാർട്ടിയിലും ചില ആൾക്കാർ ഇതേപോലുള്ള ഞരമ്പന്മാരും ആ വീതക്കാരുമാണ്. അത് സത്യസന്ധമായിട്ടുള്ള കാര്യമാണ്. പക്ഷെ ഇങ്ങനെ ഒരാൾ എത്ര എണ്ണമാണ്? ഒരു പരിധിയില്ല ഇതിനൊക്കെ. എന്നിട്ട് ഇവൻ്റെ പിന്നാലെ ജയ് രാഹുലിനെ വിളിച്ചടക്കാൻ കുറേ ആൾക്കാർ. ഇവരോടൊക്കെ സഹതാപവും പുച്ഛും മാത്രമേ തോന്നാനുള്ളൂ. ധൈര്യമായിട്ട് പറയാനുള്ളൂ, അടുത്ത ഇലക്ഷനിൽ കോൺഗ്രസ് ഇവനെ പാലക്കാട് MLA സ്ഥാനാർത്ഥിയായിട്ട് നിർത്തുകയാണെങ്കിൽ ഭരണം നോക്കണ്ട കേട്ടോ. കോൺഗ്രസ്സിന് അടുത്ത പ്രാവശ്യം ഭരണം തിരിച്ചു പിടിക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഇവനെ പോലുള്ള ഇത്രയും മോശപ്പെട്ടുള്ള ആൾക്കാരൊക്കെ എന്ത് ചെയ്യുക, പുറത്താക്കുക, പാർട്ടിയിൽ നിന്ന് പുറത്താക്കുക. എന്ത് നോക്കാൻ ഇത്രയും തെളിവുകൾ മുമ്പിലുണ്ടല്ലോ. 2 ആഴ്ച റിമാൻഡിലായിട്ടും എൻ്റെ അഹങ്കാരത്തിനൊരു കുറവ് വന്നിട്ടില്ല. എത്ര പെണ്ണുങ്ങളെ, ഇനി എത്ര പെണ്ണുങ്ങൾ പുറത്ത് വരാനുണ്ടാവും? ഇങ്ങനെ നടന്ന അവിധം ചെയ്യേണ്ട ഒരാൾ ഞാൻ ഇതിനു മുമ്പ് കണ്ടിട്ടില്ല. പല പെണ്ണ് കേസുകളും രാഷ്ട്രീയത്തിൽ ഇതിനു മുമ്പും സരിത, സ്വപ്ന, മറ്റേത് മറിച്ചതെന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അതിനൊക്കെ ഒരു പരിധിയില്ലേനോ? ഇതിനെന്ത് പരിധിയുള്ളത്? ഇവൻ്റെയൊക്കെ പിന്നാലെ ജയ് രാഹുലേട്ടാ എന്നൊക്കെ അത്രയും കേസും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ട് ഒരു സിനിമാ നടിയൊക്കെ ഇവൻ്റെ ഒപ്പം വന്നിട്ട് ചിരിച്ചു കൊണ്ടൊക്കെ ഉദ്ഘാടനം ചെയ്യേണ്ട അവസ്ഥ ആലോചിക്കുമ്പോഴേ. അപ്പോൾ എന്താ പറയുക, കയ്യിൽ പൈസയും സ്വാധീനം ഉണ്ടെങ്കിൽ എന്തും നടക്കാമെന്നുള്ള കോലത്തിലാണ് കാര്യങ്ങൾ നടന്നുകൊണ്ട്. ഇപ്പോൾ കോൺഗ്രസ് എന്തായാലും അടുത്ത പ്രാവശ്യം ഇവനെ സ്ഥാനാർത്ഥിയായിട്ട് നിർത്തൂലെന്ന് പ്രതീക്ഷിക്കാം. നിർത്തി കഴിഞ്ഞാൽ അടപടലം. ഇവന് പിന്നാലെ കുറേ അവീതക്കാർ ജയ് വിളിച്ച് വരാനുണ്ടാവും. അടിമകൾ എന്ന് അതിനെ പറയാനുണ്ടാവും. അടിമകൾ എല്ലാ കാലത്തും ഉണ്ടാവും, എല്ലാ പാർട്ടിയിലും ഉണ്ടാവും. എത്ര തെണ്ടിത്തരം ചെയ്ത് കഴിഞ്ഞാലും ഒരു ഏട്ടാ ഇക്കാന്ന് വിളിച്ചുകൊണ്ട് പിന്നാലെ ഉണ്ടാവും. അതാണ് ഇവനെ പോലുള്ള ആൾക്കാരെ ധൈര്യവും. ഇവനിനി എവിടെ നിന്നാലും ജയിക്കാൻ പോകണില്ല. അവൻ സ്വതന്ത്രനായിട്ട് നിൽക്കട്ടെ, ഒറ്റക്ക് നിൽക്കട്ടെ. എന്നിട്ട് ഇവന് എത്ര വോട്ട് കിട്ടുമോ നോക്കാം. കിട്ടും. ഇവനെ പോലുള്ള കുറച്ച് ഞരമ്പന്മാരെ വോട്ട് കിട്ടും. അല്ലാതെ ഒന്നും കിട്ടാൻ പോണില്ല. കോൺഗ്രസ്സിന് അടുത്ത പ്രാവശ്യം ഭരണം കിട്ടണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ VD സതീശേട്ടനോടാണ് പറയാനുള്ളത്, ഇവനെ പോലുള്ള ആൾക്കാരെ ദയവായിട്ട് നിർത്തരുത്. എന്തിനാണ് ഇവനെ പോലുള്ള ആൾക്കാർ എന്ത് മെസ്സേജാണ് കൊടുക്കുന്നത്? അപ്പോൾ പറയാം ആ പാർട്ടിയിൽ അങ്ങനെ, ഈ പാർട്ടിയിൽ ഇങ്ങനെ. അത് ഇതിനൊരു ന്യായീകരണമാണോ? ഇവനിങ്ങനെ നടന്ന് ഈ പണിക്കെടുക്കുക. ഇതിനൊരു പരിധിയില്ല. ഇതിനൊക്കെ ഒരു ഉളുപ്പില്ലാത്തൊരു ചങ്ങായി. എന്താ പറയുക?